ഇൻഫോ പ്ലസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഈ വർഷം ഏറ്റവും ആദ്യം നടന്ന തിരുവനന്തപുരം LD ക്ലർക്ക് പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ കേരള PSC ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. 2024 ജൂലൈ 27 ശനിയാഴ്ചയായിരുന്നു തിരുവനന്തപുരം ജില്ലയിലേക്കുള്ള LD ക്ലർക്ക് പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീയാണ് പുറത്തു വന്നിട്ടുള്ളത്. 5 ചോദ്യങ്ങളാണ് ഈ ഒരു പരീക്ഷയിൽ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൊവിഷണൽ ആൻസർ കീയിൽ തന്നിരുന്ന ഒരു ഉത്തരവും ചെയ്തിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്ത ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. GK ഭാഗത്ത് നിന്ന് 4 ചോദ്യങ്ങളും മാത്സിൽ നിന്ന് ഒരു ചോദ്യവുമാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 32ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. ഡിലീറ്റ് ചെയ്തിട്ടുള്ളതും മാറ്റം വന്നിട്ടുള്ളതുമായ ഉത്തരങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് 23ാമത്തെ ചോദ്യമാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏത് എന്നുള്ളതായിരുന്നു. ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് 32ാമത്തെ ചോദ്യം ഉത്തരം മാറ്റം വന്നു. ഇതായിരുന്നു: ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണോ? പ്രൊവിഷണൽ ആൻസർ കീയിൽ ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നുള്ളതായിരുന്നു ഉത്തരം. എന്നാൽ നിലവിൽ ഇപ്പോഴത്തെ കേരള ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖാണ്. ഉത്തരമായിട്ട് വന്നിരുന്നത് ഓപ്ഷൻ സി ആണ്. 2 ശരി. നിലവിൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് മുഹമ്മദ് മുഷ്താഖ് ഉള്ളത്. ഓക്കെ. അടുത്തത് 48ാമത്തെ ചോദ്യമാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യയിൽ 0 കാർബൺ ആയ നഗരം ഏത് എന്നതാണ്. അന്ന് പ്രൊവിഷണൽ ആൻസർ കീയിൽ ഉണ്ടായിരുന്നത് സാഞ്ചി എന്നതായിരുന്നു. എന്നാൽ ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ. ഇനി 61ാമത്തെ ചോദ്യം കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. പ്രൊവിഷണൽ ആൻസർ കീയിൽ CAN എന്നുള്ളതായിരുന്നു. അതായത് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്നുള്ളതായിരുന്നു ഉത്തരമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നതും ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നതും ഏകദേശം സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ഇത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. അടുത്തത് 69ാമത്തെ ചോദ്യമാണ്: ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ്. ഇവിടെ ഓപ്ഷനിൽ അന്ന് പ്രൊഫഷണൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയായിരുന്നു. എന്നാൽ നിലവിൽ ആക്ടിംഗ് ചെയർപേഴ്സണായിട്ട് മറ്റൊരു വ്യക്തിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ. അടുത്തത് മാത്സിൽ നിന്നൊരു ചോദ്യമാണ് ഡിലീറ്റ് ആയത്. 76ാമത്തെ ചോദ്യം: ഒറ്റയാനെ കണ്ടെത്തുക. ഈ ഒരു ചോദ്യത്തിനും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ 5 ചോദ്യങ്ങൾ, GK ഭാഗത്ത് നിന്ന് 4 ചോദ്യങ്ങളും അതുപോലെ മാത്സിൽ നിന്ന് ഒരു ചോദ്യവുമാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചില ചോദ്യങ്ങളൊക്കെ പലരും മാർക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ ഇനി 95 മാർക്കിലായിരിക്കും ഫൈനൽ മാർക്ക് ഉണ്ടാവുക. ഫൈനലായിട്ട് 95 മാർക്കിലായിരിക്കും എല്ലാവർക്കും മാർക്ക് പ്രസിദ്ധീകരിക്കും. ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു കട്ട് ഓഫ് എത്ര ഉണ്ടാകും എന്നതുമായി ബന്ധപ്പെട്ടൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇനി നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.